പറഞ്ഞു. അങ്ങനെ നീണ്ട 21 വർഷക്കാലം കേസ് നടന്നു. കേസ് നടന്നിട്ട് ഉടമയ്ക്ക് ഇത് ഇറിഗേഷന്റെ അല്ല, ഈ ഉടമന്റെ തന്നെയാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അയാൾക്ക് അതിന്റെ വിധി കിട്ടി. ആ വിധി പകർപ്പിന് ശേഷമാണ് ഇവരുടെ കച്ചവടങ്ങൾ രജിസ്റ്ററൊക്കെ നടക്കുന്നത്. ആ 21 വർഷം ഈ ഭൂമി തരിശായി കിടക്കണം. ഇത് എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. മാത്രമല്ല, ഈ മദ്രാസ് താമസിക്കുന്ന ഈ ഭൂമിയുടെ ഉടമ, ആ ഉടമ ഉഴവുകൂലി എന്താണെന്ന് പോലും അറിയാത്ത ആളാണ്. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അവരുടെ ഫോൺ നമ്പർ കണക്ട് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയും. വേണമെങ്കിൽ ആൾക്കാരുടെ ജ്യേഷ്ഠാഞ്ചന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്പർ കിട്ടുന്നെങ്കിൽ വിളിച്ചു വെച്ചോണേ. ഉഴവുകൂലി എന്താണെന്ന് പോലും ഇതിന്റെ നിലവിലുണ്ടായിരുന്ന ഉടമയ്ക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരു ഭൂമിക്കാണ് ഇന്നും നിലവിൽ ഉഴവുകൂലി വാങ്ങിക്കുന്നത് എന്ന് അവർ എഴുതി കൊടുക്കാതിരിക്കാൻ നിയമപരമായി എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതിനൊന്നും ചോദ്യം ചെയ്യണില്ല. കാരണം നമ്മളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ എല്ലാ നിയമ സംവിധാനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുവാണല്ലോ ഒരു പൗരനെന്ന നിലയ്ക്ക് നമ്മൾ ജീവിക്കാനും. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ അപ്പുറത്ത് ഈ ഭൂമിന്റെ തൊട്ടപ്പുറത്തുള്ള 4 വീട്ടുകാരാണ് താമസം. ഞാൻ എനിക്കും ഇവര് ചെയ്ത പോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഞാൻ ആദ്യം പരാതി കൊടുത്തു, അപ്പീൽ കൊടുത്ത് ഞാൻ എനിക്ക് പറയാനുള്ളതും എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് എനിക്കത് സാധിക്കും. ഞാനത് പോയി കൊടുത്തു. നേരിട്ട് ആദ്യ സംഘം പരിശോധിച്ചിട്ട് കൃഷിക്കോ മറ്റൊരു തരത്തിലുള്ള വെള്ളത്തിനോ ഒരു തടസ്സവും വരില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയത്. വേണം ഞാൻ അതിന്റെ പകർപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് തൊട്ടപ്പുറത്തുള്ള 4 പേർക്കും അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവര് എന്താ പറയുക, പ്രത്യേകിച്ച് ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോ അതുകൊണ്ട് ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. LMC കമ്മിറ്റി എന്താ റിപ്പോർട്ട് എഴുതിയപ്പോ LMC കമ്മിറ്റി എഴുതിയ റിപ്പോർട്ടിന്റെ അടിയിൽ ഒപ്പിട്ട വിവരം ഞാൻ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിലവിൽ ഇപ്പോഴും ഇതിന് ഉഴവുകൂലി വാങ്ങിക്കുന്ന LMC കമ്മിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത് അന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്, ഹസീന ടീച്ചറാണ്. ഞാൻ ചോദ്യം ചെയ്തു, സാറേ നീ കാര്യങ്ങൾ അറിയാണ്ടാണ് പറയണത്. ഞാൻ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തപ്പോഴത്തെ പേരിലാണ് ഞാനിന്ന് വിഘടനവാദിയും ഞാൻ എന്താ പറയാ കളവുകാരനൊക്കെ ആയത്. ഞാൻ ചോദ്യം ചെയ്യും. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ചോദിക്കാനും പറയാൻ ആരും ഇല്ല എന്നുള്ള കാരണം കൊണ്ട് ഈ രാജ്യത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അവരവരുടെ പ്രയാസങ്ങൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദ്യം ചെയ്തു. നിങ്ങൾ എനിക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് സുൽഭനാണ്, എനിക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾ അവർക്കും ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ ഒന്ന് അവിവാഹിതയായ സ്ത്രീയാണ്, വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളാണ്, അവർ പല അസുഖങ്ങൾ അവർ മരുന്ന് മേടിക്കാൻ പോലും ശേഷിയില്ലാത്തവരാണ്. അവർ വലിയ ലുലുമാൾ കെട്ടിപ്പോക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇവിടെ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അവർക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടും പൊടിയൊക്കെ വിറ്റ് ചുട്ട് പെറുക്കിയിട്ടാണ് 4 സെന്റ് സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന കിട്ടണ്ട, നിയമ തടസ്സം ഉണ്ടെങ്കിൽ കിട്ടുകയോ വേണ്ട. കാരണം നിയമത്തിനെതിരെ നിൽക്കാനൊന്നും ഒരാൾക്കും കഴിയില്ല, ഒരു ജനപ്രതിനിധിക്കും കഴിയില്ല. പക്ഷെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ്, നിങ്ങൾക്ക് കടപ്പാട് വേണ്ടത് ഈ രാജ്യത്തെ വോട്ടർമാരോടാണ്, ഈ നാട്ടിലെ ജനങ്ങളോടാണ്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ നമുക്കൊക്കെ അറിയാലോ, നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ ശമ്പളത്തിനോ അവരുടെ തൊഴിലിനോ ബാധിക്കുന്ന കാര്യങ്ങൾക്കൊന്നും അവർ നിൽക്കില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇനി കിട്ടിയില്ല, പോട്ടെ. എന്നെ 7 മാസം പട്ടത്തിരിച്ചു. അതായത് ഞാൻ ഒപ്പിട്ടിട്ടില്ല, റിപ്പോർട്ട് അനുകൂലമല്ലാത്തതുകൊണ്ട് ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ പഞ്ചായത്ത് വണ്ടിയിലൂടെ അജീഷ പറഞ്ഞ അതൊക്കെ 9 മാസം മുന്നേ അയച്ചു പറഞ്ഞു. എന്നിട്ടാണ് ഞാനും എന്റെ കെട്ടിയോടും കൂടിയിട്ട് ആദ്യ ഓഫീസിൽ